എന്റെ അളിയ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. പണ്ട് എന്റെ മൂത്താപ്പ പറഞ്ഞൊരു കാര്യം. ദിവസം 5 നേരം നിസ്കരിക്കണമെന്നല്ലേ? ഇവനെ പള്ളി കയറ്റിട്ട് വേണ്ടേ അവൻ നിസ്കരിക്കാൻ? പള്ളിയിലൊക്കെ എന്നെ കയറ്റും. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. അളിയ അതൊന്നുമല്ല, ഒരു നിവൃത്തിയില്ലെങ്കിലും പോലീസിലെ പണിക്ക് പോകരുതെന്ന്. കണ്ടില്ലേ അളിയ, ഇതൊക്കെയല്ലേ ഗതികേട്. മേലുദ്യോഗസ്ഥന്റെ പട്ടിയെ കുളിപ്പിക്കണം, അവന്റെ കുഞ്ഞമ്മയും വല്യമ്മയും ബന്ധുക്കളെ സ്ത്രീകളായ കുറെ ആൾക്കാർ വേണം. സമരം ഒന്ന് ബലക്കണമെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ. അത് ശരിയാ. അതല്ല പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ പോടെ കല്യാണം ഉറപ്പിച്ചു. ഐജിയുടെ കണ്ണേരാണ് പയ്യൻ. പട്ടിയെ കുളിപ്പിക്കുന്നവനും വീട് പണി ചെയ്യുന്നവനെ എന്റെ പെങ്ങളെ കെട്ടിച്ച് കൊടുക്കത്തില്ല. അതിനാണ് ഞാൻ ഈ കല്യാണം വേണ്ട അത് കുഞ്ഞമ്മ വിളിച്ച് പറയാൻ പോകുന്നത്. ഭയങ്കര സംഭവം ഇവനെ വെടിവെച്ച് പോലും ഇതാ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എന്റെ നടരാജ, നീ ഈ ബുദ്ധിയില്ലേ, ഇത് വേറെ എവിടെയെങ്കിലും പ്രയോഗിച്ചാൽ ഗുണം ഉണ്ടായന. പിന്നെ സമരത്തിന് സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റിലും നമ്മുടെ ആൾക്കാർ വേണം കേട്ടോ. അളിയ നമ്മുടെ പാർട്ടിയിൽ എവിടെ ഇത്ര ആൾക്കാര്? അതിനൊക്കെ ഉള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? എയർ ക്യാമ്പില് കുറെ പോലീസുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബമായിട്ട് എത്തണം സമരം. അപ്പൊ അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സമരം വിജയിക്കുമല്ലോ, പ്രശ്നമില്ലല്ലോ. എന്നാൽ ഈ ഒരു സമരം കൊണ്ട് എനിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തണം. വിളിച്ച ഫോൺ എടുക്കൂല, എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിക്കണേ. ഹലോ നാത്തൂനെ. ഓ ഇല്ലില്ല, ക്ലീറ്റോ മറ്റേ പോലീസുകാർക്കുള്ള സമരത്തിന് വേണ്ടി പോയേക്കണു. ആ പത്രത്തിലൊക്കെ ഇപ്പൊ വാർത്തയില്ലേ, മറ്റേ അടിമപ്പണി. ആ അതിനിപ്പോ എന്താ കുഴപ്പം? നല്ല കാര്യല്ലേ? ആണോ? ഏയ്, പാർട്ടിക്കാരെല്ലാവരും ഉണ്ടല്ലോ. അല്ല ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവൂലല്ലോ. ഇല്ല, വിളിച്ചിട്ട് കിട്ടണില്ല, എടുക്കണില്ല ക്ലീറ്റ. അയ്യോ, ഒന്ന് അളിയനോടൊന്ന് ചോദിക്കാൻ പറയോ, നോക്കാൻ പറയോ? എനിക്കറിയില്ല. ആ, ഞാൻ വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നാത്തൂനെ വിളിക്കാം. ഒന്ന് ചേട്ടനോടൊന്ന് പറയോ?